ഇതാണ് സഞ്ജു സാംസൺ അല്ല, സഞ്ജു ടെക്കി. അങ്ങനെ സഞ്ജു ടെക്കീനെ MVD പൊക്കി. ഭയങ്കര റൈമിങ് ആയിപ്പോയി. എന്തൊരു ജന്മമാണെന്ന്. റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ പൊട്ടത്തരമൊക്കെ കാണിക്കും ആൾക്കാർ. ഇവൻ ഈ നാട്ടിലല്ലേ ജനിച്ച് വളർന്നതൊക്കെ. ഇവിടുത്തെ MVDയും ഇവിടുത്തെ മറ്റേ RTOയും പോലീസൊക്കെ എങ്ങനെയാണെന്ന് ഇവൻ അറിഞ്ഞൂടെ? കുറച്ചാൾ മുമ്പ് നമ്മൾ കണ്ടതാണ് മറ്റേ നാടൻ വ്ളോഗേഴ്സ് വാറ്റുണ്ടാക്കാൻ ശ്രമിച്ചിട്ട് അകത്തായത്. പിന്നെ ഇവൻ അകത്തൊന്നും ആയിട്ടില്ലായിരുന്നു. ഇവൻ കുറേ മറ്റേ പെണ്ണിനെ വെച്ചിട്ട് പെണ്ണുമായിട്ട് ബ്രേക്കപ്പായി, പെണ്ണുമായിട്ട് ചേർന്നു, ഈ പെണ്ണുമായിട്ട് ബ്രേക്കപ്പ് ഈ പെണ്ണുമായിട്ട് അങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്ക് പക്ഷേ കുറേ ഫോളോവേഴ്സൊക്കെ ഉണ്ട്. ഭയങ്കര സംഭവമാണ്. പുള്ളിയെ തന്നെ വിളിക്കുന്ന ഭയങ്കര ഒരു യൂട്യൂബർ എന്നാ. പക്ഷെ ഇങ്ങനത്തെ വിവരക്കേടൊക്കെ കാണിക്കും ആൾക്കാർ. അയ്യോ എന്താണ് ഇത്? കാറിനകത്ത് മറ്റേ സ്വിമ്മിങ് പൂൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് അയ്യോ കാറിനകത്ത് പൂളുണ്ടാക്കാൻ ശ്രമിക്കും, എന്നിട്ട് അവസാനം പൂളുണ്ടാക്കാൻ ശ്രമിച്ച് ഫുള്ളായി. എന്നിട്ട് കേസൊക്കെ എടുത്ത് ലൈസൻസൊക്കെ റദ്ദാക്കുമെന്ന് തോന്നുന്നു. എന്താ സംഭവം എന്നറിയില്ല. ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അത് വെക്കാം. സിമ്പിളായിട്ട് ട്രിപ്പ് നടക്കും, എല്ലാം നടക്കും. നമുക്ക് നമ്മുടെ കാറുണ്ടല്ലോ, അത് നമുക്ക് പൂളാക്കിയാലോ? കാറ് പൂളാക്കി നീ ആരെങ്കിലും കണ്ടോ കാറ് പൂളാക്കണം? ഇതിനകത്ത് ഇത്ര സ്ഥലമുള്ളൂ, പക്ഷെ നമ്മള് കാറ് ഇന്ന് പൂളാക്കും. എങ്ങനെയാണ് ഇപ്പൊ കാണിച്ചത്? ആവേശം സിനിമയിലെ അമ്പാൻ സ്റ്റൈലിൽ കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയതിൽ നടപടിയെടുത്ത ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആക്ട്. യൂട്യൂബർ സഞ്ജു ടെക്കിയാണ് വെള്ളം നിറച്ച വാഹനം പൊതുനിരത്തിൽ ഓടിച്ചത്. കാർ ഉടമയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് RTO റദ്ദാക്കി. ഈ റീച്ച് അടുത്ത കാലത്തായി കുറഞ്ഞപ്പോൾ റീച്ച് എങ്ങനെ കൂട്ടാൻ കഴിയും എന്ന ചിന്തയിൽ നിന്നാവണം അദ്ദേഹം പുതിയൊരു ഐഡിയ ഈ ഇതിലേക്ക് കൊണ്ടുവന്നു. സ്വിമ്മിംഗ് പൂള് സ്വകാര്യ സ്ഥലത്തോ സംവിധാനത്തിലോ ഉണ്ടാക്കിയ ഒരു നടപടിക്ക് സാധ്യതയില്ല. ആലപ്പുഴ തിരുവല്ല റോഡിലൂടെ ഇത് ഓടിച്ചു. വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി ആവേശം കാണിച്ച് ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നു എന്നാണ് RTO നൽകുന്ന വിശദീകരണം. എന്താണേലും റീച്ചൊക്കെ കിട്ടി, സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി പുള്ളി അകത്തൊന്നും പോയിട്ടില്ലെന്ന് തോന്നുന്നു. ജസ്റ്റ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തേ ഉള്ളെന്ന് തോന്നുന്നു. ഇനി പോലീസ് കേസ് എടുക്കുവാന്നാ പബ്ലിക് അബ്യൂസിന് വേണ്ടിയിട്ട്. പബ്ലിക് മറ്റേ ന്യൂസൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിനുവേണ്ടി കേസെടുത്ത് ചിലപ്പോൾ ഒരു 2 ദിവസം പിടിച്ച് റിമാൻഡ് ചെയ്യുമെന്നാ. അപ്പോൾ ബെയിലിന് വേണ്ടിയിട്ട് കുറച്ച് കാശ് അടയ്ക്കേണ്ടി വരും. അങ്ങനെ ഗവൺമെൻറ്റിന് കുറച്ച് വരുമാനമൊക്കെ കിട്ടും. അങ്ങനെ പുള്ളി പിന്നെ അത് കഴിയുമ്പോൾ പുള്ളി വന്ന ഒരു മാപ്പ് വീഡിയോ ഒക്കെ ചെയ്യും. ഈ ദൈവന്മാർ സ്ഥിരം ചെയ്യുന്നല്ലേ ഇങ്ങനെയല്ലേ? യൂട്യൂബർ എന്ന പേരിനെ തന്നെ കളഞ്ഞ ദൈവന്മാർ ഇങ്ങനെയാണല്ലോ. എന്ത് വളരെ രസമായിട്ടുണ്ട്. പുള്ളി ഇനിയും ഇങ്ങനത്തെ ഐഡിയകളായിട്ട് ഇങ്ങനത്തെ ഐഡിയകളുണ്ടെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് ചെയ്യരുത്, കുറച്ച് വലുതായിട്ട് ചെയ്യുക. കുറച്ച് ഇങ്ങനെ, അതായത് ഒരു മോളിൽ പോയിട്ട് അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ മറ്റേ ഞാൻ ഈ അടുത്തൊരു വീഡിയോ ഉണ്ട്, ഒരു മോളിൽ പോയിട്ട് ഒരാൾ മറ്റേ പെപ്സിയുടെ റേറ്റും ഇതും മറ്റേ കൊക്കോക്കോളയുടെ റേറ്റൊക്കെ പറഞ്ഞ് ഇങ്ങനെ 220 രൂപ 300 രൂപയ്ക്ക് പോപ്കോൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റേ ലുലു മോളിനെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് ആ മോളൊക്കെ പോയിട്ട് അടിച്ച് പൊളിച്ച് കളയുക. മറ്റേ PVR സിനിമ അങ്ങനത്തെ സിനിമ തിയേറ്ററൊക്കെ അടിച്ച് ഇങ്ങനെ അതിൻ്റെ വെളിയിലുള്ള ഗ്ലാസ്സൊക്കെ പൊട്ടിച്ച് കളയുക. അങ്ങനെയൊക്കെ ചെയ്ത് അത് വീഡിയോ എടുത്ത് മറ്റേ യൂട്യൂബിലിടുമ്പോൾ കുറേ റീച്ച് കിട്ടുമല്ലോ. അങ്ങനത്തെ ഐഡിയാസൊക്കെ ചെയ്യുക. പിന്നെ ഇങ്ങനെ റോഡിൽ പോയിട്ട് അപ്പിടുക, എന്നിട്ട് അത് വീഡിയോ എടുത്തിടുക. എന്താണ് ഇത്? എന്തിനാ ഇങ്ങനത്തെ ഇപ്പോൾ ഒരു സംഭവം ചെയ്യാൻ കഴിവില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വേറെ വല്ലതും പറ്റുന്ന പണിയൊക്കെ ചെയ്യും. ഇങ്ങനത്തെ പണിയൊക്കെ കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ?